എല്ലാവർക്കും നമസ്കാരം. അപ്പം എന്താ ഞങ്ങളുടെ വീടിനോട് ചേർന്നൊരു ചെറിയ കോവലുണ്ടായിരുന്നു. അതിൽ കുറച്ച് കോവയ്ക്ക കിട്ടി. കോവയ്ക്ക കറി വെച്ചത് ആരും കഴിക്കാറില്ല വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് അത് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വെച്ച്. ഫ്രൈ ചെയ്യുമ്പോൾ ആരും കഴിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ചെറിയ പീസായിട്ട് അരിഞ്ഞ് വെച്ച് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, ഇത്രയാണ് പൊടിയായിട്ട് എടുക്കുന്നത്. അപ്പം അതെല്ലാം കൂടി എടുത്ത് അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ഈ ഫ്രൈ ചെയ്ത് എല്ലാവരും കഴിക്കുമായിരിക്കുമല്ലോ. നിങ്ങളുമൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടോ? അപ്പം അതിലോട്ട് ഞാൻ കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കയും കൂടി ഇട്ട് വെച്ചു. പിന്നെ ഞാൻ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അത് നല്ലതായിട്ട് യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് വെക്കുക. അതിനുശേഷം ഞാൻ ചീനച്ചട്ടി എടുത്ത് വെച്ചു. കുറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ മൂത്ത് വരുമ്പോഴത്തേക്കിനും ഈ കോവയ്ക്കയെല്ലാം കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടത് 2 സൈഡ് മൂപ്പിച്ചെടുക്കുക. അപ്പം നമ്മുടെ ഇത് കോവയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഒരു സബോളയോട് അരിഞ്ഞ് കൂട്ടി അതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക.